സിനിമയാണ്, നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമയാണ് റീച്ചൽ. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു ടാഗ് ലൈനിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയും സ്ത്രീപക്ഷ സിനിമ അല്ല എന്ന് പറയുന്നില്ല. ഹണി എല്ലാവരും ഈ പറഞ്ഞ പുരുഷപക്ഷമില്ല സ്ത്രീപക്ഷമില്ല, ഇതൊരു സിനിമയാണ്. ഫാമിലിക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് റീച്ചൽ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസറെ ഒന്ന് വിളിക്കണമല്ലോ. മഞ്ജുവിടെ ഈ സമയത്ത് സ്റ്റേജിൽ വേണ്ട. മഞ്ജു ബാദുഷയെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ടുപേരും ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. രണ്ടുപേരും അടി ഇതുവരെ സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ടില്ലായിരുന്നു അല്ലേ? ഞാൻ ആ സിനിമ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടതാണ്. ഇടയ്ക്ക് അവിടെയൊക്കെ കാണാറുണ്ട്. പിന്നെ ഒരു പോക്കങ്ങ് പോയി. ഇനിയിപ്പോ ഇത്രയും ദിവസം, എത്ര ദിവസമായി, 10-15 ദിവസം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് പേടിച്ചിട്ടാണെന്ന്. പേടിച്ചിട്ടാണോ? ചുമ്മാ നിങ്ങൾ തള്ളിയതാണ്. പക്ഷെ അടി നമ്മുടെ നാട്ടുകാരനാണ് എന്ന് വെച്ചാൽ ഈ നാട്ടുകാരനായ ഒരാളാണ് ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. അതൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എങ്കിലും പറയണ്ടേ, പറയണമെന്നേ ഉള്ളൂ. നാട്ടുകാരനൊന്നും അറിയാവുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഓടിക്കളിച്ച് വളർന്നു നടന്ന ഒരാളെന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ റോഷ? അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഒരു അഭിനേതാവിനെങ്കിൽ ഏതൊരു കലാകാരനെ സംബന്ധിച്ചും സ്വന്തം നാട്ടുകാരുടെ മുമ്പിലൊന്ന് നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു കയ്യടി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പൊ അതിന് അടുത്തത് തീർച്ചയായിട്ടും റീച്ചലിന്റെ സ്വന്തം നിക്കോളാസ്. റീച്ചലിന്റെ സ്വന്തം പ്രേമിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് നിക്കോളാസിനോട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റോഷനൊരു കയ്യടി കൊടുക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ദൃശ്യം സിനിമയിൽ നിന്ന് പൊങ്ങിയതാണ്, ഇവിടെയാണ് പൊങ്ങിയിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ് കണ്ടത് അതാണ്. ഞാനും അല്ലെങ്കിൽ സംസാരിക്കുകയായിരുന്നു, ദൃശ്യത്തിൽ മുങ്ങിയ വരുൺ മരിച്ചിട്ടില്ല, റീച്ചലിലൂടെ വീണ്ടും വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ വരുണായിട്ടല്ല, നിക്കോളാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പറയൂ റോഷൻ, എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ നാട് കുറ്റ്യാടിയാണ്, പലർക്കും അറിയായിരിക്കും. ഞാൻ പഠിച്ചത് വട്ടോളിയാണ്. തൊട്ടപ്പുറം 1 കിലോമീറ്റർ അപ്പുറമുള്ള സ്റ്റേഷനിലാണ് പഠിച്ചത്. കക്കട്ടുമല പറയുന്നത് ഇവിടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന വട്ടോളി പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് സന്തോഷ് ബേക്കറുണ്ട് വട്ടോളി. അവിടെ പപ്സ് കിട്ടിയില്ലെങ്കിൽ, ഉച്ചയ്ക്ക് പപ്സ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പപ്സ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് മെമ്മറീസാണ് കക്കട്ടിൽ വരുമ്പം. ഇത്രയും ജനങ്ങൾ നമ്മളെ കാത്തിരിക്കും എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റിയലി ഹോണർ. എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു വലിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാൻ പറ്റിയതിൽ ഡബിൾ സന്തോഷം. എന്തായാലും നമ്മുടെ റീച്ചൽ, മഞ്ജു ചേച്ചി, പിന്നെ നമ്മുടെ റൈറ്റർ രാഹുൽ, ഇവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. രാഹുൽ, എനിക്ക് തോന്നുന്നു ഞങ്ങളന്ന് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് പോയിട്ട് പിന്നെ കാണുന്നത് ഇന്നാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രൊമോഷനിൽ പോയിട്ടുണ്ടെങ്കിലും രാഹുൽ പല സ്ഥലങ്ങളിലും പല കാര്യം പറഞ്ഞ് മുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന വിചാരിക്കും അല്ലേ? മനപ്പാട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇത്രയും ദിവസം ഞങ്ങളുടെ പ്രൊമോഷൻ പോയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊന്ന് കാണാൻ കിട്ടുന്നത് ഷൂട്ടിന്റെ ടൈം കഴിഞ്ഞിട്ട്. ഒത്തിരി സന്തോഷം. അദ്ദേഹം എഴുതിയ ഒരു കുഞ്ഞി പയ്യനാണ്, കാണുന്ന പോലത്തെ കൊച്ചു പയ്യനാണ്. അദ്ദേഹം എഴുതി ഒത്തിരി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതാണ് പിന്നീട് ഒരു മൂവിയായിട്ട് എന്താ പറയുക നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആൻഡ് അതിലെ കഥാപാത്രങ്ങളൊക്കെ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. നമ്മൾ ഇദ്ദേഹം തന്നെ എഴുതിയതാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത്. അതിന് സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ടു ടിൽ ദ എൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലായാലും ഒക്കെ അദ്ദേഹം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. സൂപ്പർ. എനിക്ക് തോന്നുന്നു ഈ സോങ് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ ഡാൻസ് ചെയ്ത്. നമുക്ക് ഇവർക്ക് ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാം. നിങ്ങൾ എന്തുണ്ട് വിശേഷങ്ങള്? സുഖം. ഞങ്ങൾക്ക് ഈ ലൈറ്റിംഗ് കൂടെ അടിച്ചിട്ട് നിങ്ങളൊന്നും മര്യാദയ്ക്ക് മുഖം കാണാൻ കഴിയുന്നില്ല. അതിനിങ്ങനെ നോക്കില്ല. വളരെ സന്തോഷമുള്ള മുഹൂർത്തത്താണ് നമ്മളല്ലേ? ഭയങ്കര സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ റീച്ചൽ മൂവി 12-ാം തീയതി റിലീസ് വരികയാണ്. ആൻഡ് ഞങ്ങളുടെ ഇൻവൈറ്റ് സ്വീകരിച്ചത് അത്രയും സ്നേഹത്തോടെ നിങ്ങളിവിടെ എത്തിച്ചേർന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പടം എനിക്ക് തോന്നുന്നു കുറച്ച് നേരമായിട്ട് നമ്മളതിനെ പടത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമ
വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു ടൈറ്റിൽ കഥാപാത്രം ചെയ്യുകയാണ്. ഒരു ഇറച്ചി വെട്ടുകാരിയായിട്ട് വരുന്ന സിനിമയാണ് റേച്ചൽ. വളരെ ശക്തമായിട്ടുള്ള കുറേ ലെയേഴ്സും ഷെയ്ഡ്സും ഒക്കെയുള്ള, ഇതുവരെയും ഞാൻ ചെയ്തു എന്നല്ല, മലയാള സിനിമയിൽ നമ്മളിങ്ങനെ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ കഥാപശ്ചാത്തലമൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയും വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഒരു 1970s ഒക്കെ ഒരു കാലഘട്ടം പറയുന്ന സിനിമ. അപ്പൊ അതിന്റെ കഥാപാത്രങ്ങളൊക്കെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടും റോ ആയിട്ടും ഭയങ്കര ഒതന്റിക് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വിഷ്വലിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതും അങ്ങനെയാണ് മൂവി. ഒരു ഫുൾ ഓൺ എന്റർടൈനർ തന്നെ ആയിരിക്കും ഈ സിനിമ. ആൻഡ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. പക്കാ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത്, ആരാണ് എന്താണെന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റോട് കൂടി കണ്ടിരിക്കാൻ കഴിയുന്ന റിവെഞ്ച് ആൻഡ് ആക്ഷൻ ഒക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. അപ്പം കേക്ക് കട്ട് ചെയ്യാൻ പോവാം. ഡോക്ടർ വിനോദ്, നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം കേട്ടോ നമ്മുടെ കേക്കിന്റെ. ഓക്കെ അല്ലേ അജ്മൽ? ഓക്കെ അല്ലേ? റിയാസ് ചിലപ്പോൾ മണ്ണിലേക്ക് പോയി കാണുന്നിരിക്കും അല്ലേ? എന്തായാലും മണ്ണുള്ള ആളുകളുണ്ട്. അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം. നല്ലൊരു മ്യൂസിക് കട്ടിങ്ങിൽ മ്യൂസിക്കോട് ഉൾപ്പെടെ കേട്ടോ. ഓക്കെ. ഡാൻസ് അല്ല, കേക്ക് കട്ടിങ് ഉള്ളായിരുന്നു. കയറിയിരുന്നോ? സോ ഡിസംബർ 12 നിങ്ങളുടെ തിയേറ്ററിലേക്ക് റേച്ചൽ എത്തുകയാണ്. എനിക്ക് വേണം.